എക്സ്ക്യൂസ് മീ. യെസ്. നീ ഭിത്തി ഒരച്ച് കഴി. അയ്യോ ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴിയട കഴുതേ. കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല സത്യം പറയാം. കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി, കൂലിപ്പണി രാജൻ. ഉത്തരവ് മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നൗഫലിനോട് ഒരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫൽ എന്താ തോന്നിയത് കണ്ടപ്പോ? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല സത്യം പറയാം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് മാർക്ക് ചെയ്ത് അല്ലെ ഞാനൊന്നല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരോ ഏട്ടാ ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ് ഈ ഉടമക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എന്റെ അടുത്ത് ചോദിക്കാം. അറിയില്ലെങ്കിലും നിന്റെ എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന് ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? ഷാജി ചേട്ടാ ഇവിടെ മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. പല ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. അത് ഞാൻ ഇതിന്റെ ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത്രയധികം ഭീഷണി എനിക്ക് വരുന്നുണ്ട്. അത് ഞാൻ പറയാം. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. ഒന്നാമത് ഞാൻ എൻ്റെ കുടുംബത്തിൽ 16 ആൾക്കാർ മരിച്ചതാണ്. അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വീടിന്റെ വിള്ളലും ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊരം കളിപ്പിക്കുന്നത്? മന്ത്രി വിള്ളലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഇത് വിള്ളലാണ്. മന്ത്രി വിള്ളലല്ല. ഞാൻ രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലി അത്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. എനിക്കൊരു പൈസ ഇല്ല. അത് അക്കൗണ്ടിൽ നോക്കിക്കോളി. ഇതിന് വന്നിട്ട് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളൂ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും Please subscribe my channel. Okay.